കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ട് ലൈക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഒക്കെ നാളത്തെ അടിപൊളി പ്രൊമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രൊമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ജലജയുടെ കുതന്ത്രം ഉപയോഗിച്ച് ജലജ ഒരു പണി കൊടുക്കുകയാണ് നയനക്കിട്ട്. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ നവ്യയുടെ വയറ്റ് വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് കുറെ പ്ലാനുകളും പദ്ധതികളും ഒക്കെ നടത്തിയിരുന്നു ജലജ. പക്ഷെ ഇല്ലാത്ത കുഞ്ഞിനെയല്ലേ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നേ. പിന്നീട് അതിന്റെ പേരില് അഭിയായിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ജലജ. ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടു നയനയെ വിളിച്ചിട്ട് ആ സന്തോഷ വർത്താനം അറിയിക്കുകയായിരുന്നു ആദർശ്. അതെ, ഇന്ന് വൈകുന്നേരം നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാട്ടോ, നീ റെഡി ആയിട്ടിരുന്നു, ഞാൻ നേരത്തെ വന്നേക്കാന്ന്. ആ സന്തോഷത്തിൽ ഇങ്ങനെ നയനയൊരു ആദർശിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ നൃത്തം ചവിട്ടിക്കൊണ്ട സമയത്താണ് കനക അങ്ങോട്ട് വരുന്നത്. കനക കണ്ടു മോളുടെ സന്തോഷമൊക്കെ. കനക വന്ന് ചോദിക്കുന്നുണ്ട്. പിന്നീട് നയന സത്യങ്ങളൊക്കെ തുറന്നു പറയാം. ഇന്ന് ഞങ്ങൾ പുറത്തുനിന്നാ ഫുഡ് കഴിക്കുന്നത്, വലിയൊരു ഹോട്ടലിൽ നിന്നാ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഒരുങ്ങിയിരിക്കാൻ പറഞ്ഞു. കനയ്ക്കും വലിയ സന്തോഷമായി. തന്റെ മോളുടെ സന്തോഷമുള്ള ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ ആദർശ് തന്റെ മോളെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനൊക്കെ വിളിക്കുന്നത്. അതൊക്കെ ഓർത്ത് നയനയും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഈ സമയത്താണ് ഇതൊക്കെ കേട്ടോണ്ട് ജലജ അങ്ങോട്ട് വരുന്നത്. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. പണി കൊടുക്കാന്നോർത്ത് ജലജ എന്ത് ചെയ്യാണ്, നേരെ അകത്തേക്ക് പോവാണ്. ജലജ തന്റെ കുതന്ത്രം പ്രയോഗിക്കുവോടെ. അപ്പൊ നയനയെ മാത്രമാണ് ഡിന്നറിന് ക്ഷണിച്ചിരിക്കുന്നത്. പക്ഷെ ജലജ എന്ന് ദേവേനോട് പറയാ, അതെ എല്ലാരും വൈകുന്നേരം ഒന്ന് പുറത്തുനിന്ന് ഡിന്നർ കഴിക്കുന്നേന്ന്. അതാരാ നിന്നോട് പറഞ്ഞപ്പം ആദർശ് നയനയോട് പറഞ്ഞ, അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും ഒന്ന് പറഞ്ഞേന്ന്. അങ്ങനെ എല്ലാവരും ആ വീട്ടിലുള്ള എല്ലാവരോടും പറയാ, എല്ലാവരും റെഡിയാവുന്നുണ്ട്. പക്ഷെ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല നയനയോ കനകയോ ആരും ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിഞ്ഞിരുന്നില്ല. കാരണം ജലജ ഒരു തന്ത്രം ഉപയോഗിച്ചാണ്. പിന്നീട് ജലജയ്ക്കാണ് ആകെപ്പാട് ആദ്യമായി. 1 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പത്തിനും വൊമിറ്റിംഗ് ഒക്കെ തുടങ്ങേണ്ടതാണ്. പക്ഷെ ഇതുവരെയായിട്ടൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, സമയം ആകുന്നല്ലേ ഉള്ളൂ. അപ്പൊ അതിന്റെ ടെൻഷൻ ഇരിക്കുകയാണ്. പിന്നീട് അബി അങ്ങ് വന്നു കഴിയുമ്പത്തേനും അബിയോട് പറയുന്നുണ്ട്, എടാ കുറെ സമയമല്ലേ നമ്മൾ ആ മരുന്ന് കൊടുത്തിട്ട്, പക്ഷെ ഇതുവരെയായിട്ട് അവൾക്കൊരു ടെൻഡൻസി ഉണ്ടായിട്ടില്ല, വൊമിറ്റ് ചെയ്യുന്നില്ല, ഛർദിലുണ്ടാവുന്നില്ല, എന്താടാന്ന് ചോദിക്കുന്നുണ്ട്. അമ്മ ഒന്ന് സമാധാനപ്പെട്, ആവുന്നുണ്ടായിരിക്കുള്ളൂ, എല്ലാത്തിനും ഒരു സമയം വേണ്ടേ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവിടെ ചെന്ന് കഴിയുമ്പോഴാ ഛർദിയൊക്കെ ഉണ്ടാകുന്നെങ്കിലേ അവളെ ആരെയും വിളിക്കരുത് കേട്ടോ. ഉറപ്പായിട്ടും അവള് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാനുകളെല്ലാം മുടങ്ങും. ഞാനും നീ മാത്രം മതി അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട്. പിന്നെ എന്ത് ചെയ്യണമെന്ന് ഈ ജലജയ്ക്ക് അറിയാം. ജലജ ഡോക്ടറോട് പറഞ്ഞ് അതെല്ലാം മുൻകൂർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന്. ഇതൊക്കെ നയനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള നവ്യനെ തകർക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങളായിരുന്നു. പക്ഷെ ആ തന്ത്രങ്ങളൊക്കെ വെറുതെ എന്നുള്ള കാര്യം അവർക്കറിയില്ലോ. വയറ്റിൽ കുഞ്ഞുണ്ടെങ്കിലേ അത് പോവത്തുള്ളൂ. കുഞ്ഞില്ലാത്തതുകൊണ്ട് നവ്യക്ക് ഒന്നും സംഭവിക്കില്ല. പിന്നീട് കനയ്ക്കാണ് വല്ലാത്തൊരു ടെൻഷനായിരുന്നു നയനെ കുറിച്ച് ഓർത്തിട്ട്. എന്ന് അവൾക്ക് മാത്രം എപ്പോ നോക്കിയാലും കഷ്ടപ്പാടേ ഉള്ളൂ. നവ്യയുടെ അടുത്തേക്കൊക്കെ ചെല്ലുന്നുണ്ട്. നവ്യയുടെ അടുത്ത് ചെന്ന് നയനെ നന്നായിട്ട് നോക്കണം. നിങ്ങൾ ഒരു വീട്ടിലെ താമസിക്കുന്നേ, ചേട്ടത്തി അനിയത്തിയല്ലേ, നീ എപ്പോ നോക്കിയാലും അവളോട് ദേഷ്യപ്പെടുന്നൊക്കെയാണല്ലോ കാണുന്നേ. ഇങ്ങനെയൊന്നും പോരാ മോളെ, നിങ്ങൾ സന്തോഷത്തോടെ മുന്നോട്ട് പോയാലോ ഇവിടെ നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. നിങ്ങളെ ഈ വീട്ടിൽ നിന്ന് തുരത്താനായിട്ട് അറിയാലോ നിന്റെ അമ്മായിയമ്മ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിലൊന്നും നീ പിടി കൊടുക്കരുത്, നീ അവളെ നന്നായിട്ട് നോക്കണം എന്നൊക്കെ പറയുമ്പോ നബി പറയുന്നുണ്ട്, അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട, ഞാനും അവളും തമ്മിൽ ഒരു കുഴപ്പമില്ല. പിന്നെ അവളുടെ സ്വഭാവം അറിയാലോ, അവൾക്ക് എല്ലാവരുടെ മുന്നിൽ ഇച്ചിരി ആളാകണം, അത് മാത്രമേ ഉള്ളൂ. അതൊന്നും കുഴപ്പമില്ല. ഞാൻ എൻ്റെ ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പിന്നെ ഞാൻ ഈ വീട്ടിലെ പണികളൊക്കെ ചെയ്യാൻ കൂടിക്കാളെന്നൊക്കെ പറയാം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് കനയ്ക്ക് അവളൊരു സന്തോഷം വരുന്നത്. ഉദ്ദേശിച്ച പോലെയല്ല. നവ്യയ്ക്ക് ഇച്ചിരി മനസാക്ഷിയൊക്കെ ഉണ്ട്. അതുകൊണ്ടായിരിക്കുമല്ലോ അവളോട് അനിയത്തിയോട് സ്നേഹമൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ പറയണേ. പക്ഷെ അതൊക്കെ വെറും നവ്യയുടെ ഒരു അടവ് മാത്രം എന്നുള്ള കാര്യം കനയ്ക്ക് മനസ്സിലാവുന്നില്ല. ഈ സമയം ഇതൊന്നും അറിയത്തില്ലാതെ നയനെ റെഡി ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ നയനയുടെ ഉള്ളിൽ അപ്പോഴും ഒരു ടെൻഷൻ ഉണ്ട്. ഇനി ഒരുങ്ങി അടിച്ച് ചെന്ന് കഴിയുമ്പോഴത്തേനും എല്ലാവരോടും എന്ത് മറുപടി പറയും. പുറത്ത് പോകാന്ന് അറിയുമ്പോഴത്തേനും 100 ചോദ്യങ്ങൾ വരും. എങ്ങോട്ടാ പോണേ, എന്തിനാ പോണേ, പ്രത്യേകിച്ച് അമ്മയുടെ ചോദ്യം. അതിന് എങ്ങനെ തടയാൻ പറ്റും, എന്ത് റീസൺ പറഞ്ഞ് പുറത്തിറങ്ങാൻ പറ്റും, എന്തെങ്കിലും കാരണം പറഞ്ഞ് പുറത്തിറങ്ങിയേ പറ്റുള്ളൂ. താനും ആദർശേട്ടനും മാത്രമുള്ളതാ. പക്ഷെ ബാക്കി ആർക്കും ഇതിനെക്കുറിച്ച് അറിയത്തുമില്ല. എന്തേലും കാരണം പറയണം, കള്ളത്തരം പറയണം എന്നൊക്കെ ഓർത്തോണ്ടാ നയനെ ഒരുങ്ങുന്നേ. നയന റെഡിയായി കഴിഞ്ഞിട്ട് ആദർശിന് ഫോട്ടോ എടുത്തിട്ട് ഒരു ഉമ്മയെ കൊടുക്കുന്നുണ്ട്. സ്വയം പറയാ, കൊച്ചുകളൻ, എന്തായാലും ഞാൻ അന്ന് പോവാനിരുന്ന വീട് വിട്ട്, പക്ഷെ പോവാതിരുന്ന എത്ര നന്നായി. അതുകൊണ്ടല്ലേ എനിക്ക് ആദർശന്റെ സ്നേഹമൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നേ.
ആദർശേട്ടനോട് ഇത്ര മാത്രം സ്നേഹം ഉണ്ടായിരുന്നെന്ന് എനിക്ക് അറിയില്ലെന്നൊക്കെ മനസ്സിൽ പറയുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ മറ്റൊരു വിശേഷം കാണിക്കുന്നത് കനകയാണ്. ആകെപ്പാടെ സങ്കടത്തിലായിരുന്നു. എല്ലാരും കൂടെ ഒരുങ്ങുന്ന കനക കണ്ട് വീട്ടില്. അപ്പൊ കനക ഓർക്കുകയും ചെയ്തു, ഇതെങ്ങനെയാ എല്ലാരും എന്തിനാ റെഡിയാവുന്നേ? അപ്പൊ മുത്തശ്ശി വന്ന് ചോദിക്കുകയും ചെയ്തു, കനക നീ ഒരുങ്ങുന്നില്ല എന്നൊക്കെ. പക്ഷെ കനക ഓർത്തു, നയനെ ആദർശം മാത്രമേ പോകുന്നുള്ളെന്നാ പറഞ്ഞേ, പിന്നെ എന്തിനാ എല്ലാവരും റെഡിയാവുന്നേ? ദൈവമേ, അവരുടെ നല്ലൊരു ദിവസം നശിപ്പിക്കാനായിട്ടാണ് തോന്നുന്നു എല്ലാരും കൂടെ പോകുന്നത്. പ്രത്യേകിച്ച് ജലജ. ജലജ എവിടെ ചെന്നാലും ഒരു പാര ഒരു കുതന്ത്രം എന്തേലും ഒപ്പിക്കാതിരിക്കില്ല. അങ്ങനത്തെ സ്വഭാവമാണല്ലോ അവളുടെ. ഓ, ഇനി എന്ത്, ഇനിയിപ്പോ നയനെ എങ്ങാനും ഓർക്കോ താനാണ് ഇവിടെ എല്ലാവരും പറഞ്ഞതെന്ന്. ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് കനയ്ക്ക് ഒരു സമാധാനക്കേടായിരുന്നു. ഈ സമയത്ത് അനിയാണെങ്കിൽ ഹോട്ടലിൽ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യുമായിരുന്നു. നയനയും ആദർശം മാത്രമുള്ളെന്നാ അവളോട് പറഞ്ഞിരുന്നേ. അപ്പൊ എന്നിട്ട് എല്ലാ കാര്യങ്ങളും അവിടെ വേണ്ടുന്ന കാര്യങ്ങൾ അവർ രണ്ടുപേരും വന്നു കഴിയുമ്പോൾ ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ തന്നെ കൊടുക്കാനാണ് തീരുമാനിച്ചിരുന്നത്. അപ്പൊ അവർക്ക് വേണ്ടി മാത്രമായിട്ട് സ്പെഷ്യലായിട്ട് വരുമ്പോൾ മ്യൂസിക് വേണം, ഡാൻസ് വേണം. അപ്പൊ ഇതിനു മുമ്പ് ഒരു തവണ പോലും ഇങ്ങനെ ഒരു ഫുഡ് കഴിച്ചിട്ടുണ്ടാവില്ല ഏട്ടത്തി. അപ്പൊ അത്ര ഗംഭീരമായിട്ട് ഗ്രാൻഡ് ആയിട്ട് വേണം ഈ പരിപാടി നടത്തേണ്ടത്. അപ്പൊ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ മാനേജർ വിളിച്ച് പറയുന്നുണ്ട്. മാനേജർ അതൊന്നും കുഴപ്പമില്ല സാർ, കൃത്യസമയത്ത് തന്നെ എല്ലാം റെഡി ആയിട്ടിരിക്കും. അബി പറഞ്ഞു ഒന്നിനും ഒരു കുറവ് വരത്തില്ലെന്ന്. സോറി, അബിയല്ല അനി, ഇടയ്ക്ക് മാറിപ്പോയതാ കേട്ടോ. ഒന്നിനും ഒരു കുറവ് വരുത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കുകയാണ്. പിന്നീട് ആദർശ് വിളിച്ച് ചോദിക്കുന്നുണ്ട്, എങ്ങനെയായുടെ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുകയാണ്. ഏട്ടൻ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഓക്കെയാ. ഇനിയിപ്പോൾ ഏട്ടത്തിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ മാത്രം മതി, ഒരു കുഴപ്പമില്ലെന്ന് പറയാം. അതെ, പിന്നെ വേറൊരു പ്രശ്നമുണ്ട്, നീ ഈ വീട്ടിൽ സംഭവം ആരോടും പറയരുത് കേട്ടോ. ഞാൻ അവളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നു, അവൾക്കൊരു ഗംഭീര ഡിന്നർ കൊടുത്തെന്നൊക്കെ. ഇല്ല, ഞാൻ അങ്ങനെയൊക്കെ പറയൂ ഏട്ടാന്ന് ചോദിക്കണം. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെയും കൊടുക്കും, നീയാണ് ഈ പ്ലാൻ പറഞ്ഞതെന്ന് ഞാൻ പറയും, പിന്നെ അറിയാലോ. അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും ചെയ്യില്ല ഏട്ടാന്ന് അനി ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും റെഡിയായി ഇരിക്കുവാണ് വീട്ടില്. പക്ഷെ ഇതൊന്നും അറിയത്തില്ല. നയന താഴേക്ക് ഇറങ്ങി വരുമ്പോൾ എല്ലാവരും റെഡിയായിട്ട് ഇരിക്കുന്നൊക്കെയാണ് കാണുന്നത്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നയനയ്ക്ക് പിന്നെ എന്ത് ചെയ്യണം എന്നറിയത്തില്ല. നയന ഓർത്ത് എല്ലാവരും എന്തിനാ റെഡിയായിരിക്കുന്നത്, തന്നോട് മാത്രമാണല്ലോ ആദർശേട്ടൻ റെഡിയാൻ പറഞ്ഞേ. ഇനിയിപ്പോൾ എല്ലാവരോടും പറഞ്ഞു കാണുമോന്നൊരു ചിന്തയൊക്കെ നയനയുടെ ഉള്ളിലുണ്ടാകുന്നുണ്ട്. പക്ഷേ എനിക്കത് ചോദിക്കാനും ഒരു മടി. ഈ സമയത്ത് ജാനകി വന്നിട്ട് മോള് റെഡിയായോ, ഞങ്ങൾ എത്ര സമയമായിട്ട് വെയിറ്റ് ചെയ്യുന്നേ, ഇനിയിപ്പോൾ ആദർശ് വന്നാൽ മതി എന്ന് പറയണേ. നയനയ്ക്ക് മനസ്സിലായി എങ്ങനെയോ സംഭവം ലീക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന്റെ പേര് താൻ ചീത്ത വെക്കേണ്ടി വരും. ആദർശേട്ടൻ വന്ന് തന്നെ ആയിരിക്കും ചോദ്യം ചെയ്യാൻ പോകുന്നത്. ഇതിനിപ്പോൾ എന്താ ഒരു മറുപടി കൊടുക്കണേ? ദൈവമേ, ഇനിയിപ്പോൾ കാത്തോണേ എന്നൊക്കെ ഓർത്ത് ആകെപ്പാടൊരു ടെൻഷനായിരുന്നു നയനയുടെ ഉള്ളില്. അങ്ങനെ ഇരിക്കുമ്പോൾ ആദർശ് വരുന്നത്. ആദർശ് വരുമ്പോൾ കാണുന്ന കാഴ്ച എല്ലാവരും റെഡിയായിട്ടിരിക്കുമായിരുന്നു. ഈ കാഴ്ച കണ്ടത് ആദർശിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആദർശിന് മനസ്സിലായി ഇവളെല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും റെഡിയാകാൻ പറഞ്ഞ് എല്ലാവരും റെഡിയായിട്ടിരിക്കുക. ഇനി ഇവിടുന്ന് എങ്ങനെയൊന്ന് പുറത്ത് കിടക്കും, എല്ലാവരെയും കൊണ്ട് പോകാൻ തരവില്ല. ഇനി ഇവളെ മാത്രം ക്ഷണിച്ചതെന്ന് പറഞ്ഞാൽ വീട്ടിൽ ഏറ്റവും വലിയ അലമ്പാവത്. പോരാത്തന്നെ അമ്മ, അല്ലെങ്കിൽ തന്നെ അമ്മയുടെ മുഖം കടന്നൽ കുത്തിയപോലെയുണ്ട്. താൻ അമ്മയോട് വിളിച്ച് പറഞ്ഞില്ല, അതായിരിക്കും അതിന്റെ കാരണം. ഇനിയിപ്പോൾ എന്തേലും സോപ്പൊക്കെ ഇട്ട് എങ്ങനെ എല്ലാവരും കൊണ്ടുപോയാലേ പറ്റുള്ളൂ. പെട്ടുപോയെന്നൊക്കെ ആദർശ് വിചാരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷമാണ് നാളെ കാണാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ ഫുൾ വിശേഷമായിട്ട് നാളെ രാവിലെ തന്നെ വരാട്ടോ. ജസ്റ്റ് പ്രമോ വിശേഷം മാത്രം കേട്ടോ, എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ. അപ്പൊ ഈ പ്രമോ വിശേഷം എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഫുൾ വിശേഷം ഇടുന്നത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.